ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഈ ക്വസ്റ്റ്യൻ ഏത് നാടെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. എഗെയിൻ GOC. നോക്കണം, GOCയിൽ നിന്ന് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഒരൊറ്റ പേപ്പറിലാണ്, അതാ ആലോചിക്കേണ്ടത്. ഒരൊറ്റ പേപ്പറിലാണ് ഈ ക്വസ്റ്റ്യൻ. GOCയിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാ ക്വസ്റ്റ്യൻ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഐസോമെറിസം. ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ഗിവ് ഓർ വിൽ ഷോ ജോമെട്രിക് ഐസോമെറിസം. ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റെസ്ട്രിക്റ്റഡ് റൊട്ടേഷനുള്ള സിസ്റ്റം ആവണം. റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ സിസ്റ്റത്തിൽ 2 എണ്ണം ഉള്ളത്. ഒന്നുകിൽ ഡബിൾ ബോണ്ട് സിസ്റ്റം വരിക, അല്ലെങ്കിൽ ഒരു റിങ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കണമെങ്കിൽ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ സിസ്റ്റത്തിൽ 2 പേര് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾ ഒരു ഇപ്പം റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ സിസ്റ്റത്തിൽ 2 ആറ്റം, ആ 2 ആറ്റത്തിൻ്റെ ഗ്രൂപ്പുകൾ സെയിം ആവരുത്. മീൻസ് ഇപ്പോൾ ഒരു കാർബൺ ആറ്റത്തിൽ 2 പേര് ഡിഫറെൻ്റ് ആയിരിക്കണം, മറ്റേ കാർബൺ ആറ്റത്തിൽ 2 പേര് ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, സോ അവിടെ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ഉണ്ട്. ഈ കാർബണിൻ്റെ കയ്യിൽ ഇതാണ് ഒന്നാമത് ഒരു ടെർമിനൽ, ഇതാണ് അടുത്ത ടെർമിനൽ കാർബൺ, ഇതാണ്. ഈ 2 ടെർമിനൽ കാർബണിൻ്റെ വാലൻസീസ് നമുക്ക് നോക്കണം. ഇതിൽ ഒന്ന് H ആണ്, ഒന്ന് Br ആണ്. അപ്പോൾ അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഇത് ഓക്കെ ആണ്. ഇനി അടുത്ത കാർബൺ നോക്കുക. ഈ കാർബണിൽ ഇങ്ങോട്ട് വന്നപ്പം ഇവൻ്റെ തേർഡ് വാലൻസി ഇങ്ങോട്ടേക്കും ഫോർത്ത് വാലൻസി ഇങ്ങോട്ടേക്കുമാണ്. അപ്പോൾ തേർഡ് വാലൻസി ഇങ്ങോട്ട് വന്നപ്പം അവിടെ CH2 ഗ്രൂപ്പ് ഉണ്ട്. ഫോർത്ത് വാലൻസി ഇങ്ങോട്ട് വന്നപ്പോൾ CH2 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ CH2 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ CH2 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ CH ഗ്രൂപ്പ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ CH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേ പോയിന്റിൽ ഒരേപോലെയാണ് മീറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കാർബണിൻ്റെ 3ാമത്തെ വാലൻസിയും 4ാമത്തെ വാലൻസിയും സെയിം ആണ്. 2 വാലൻസീസും സെയിം ആണെങ്കിൽ ദിസ് കനോട്ട് ഷോ ജോമെട്രിക് ഐസോമെറിസം. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ നോക്കൂ. രണ്ടാമത്തെ നോക്കേണ്ട കാര്യമില്ല, കാരണം ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ മുകളിൽ 2ഉം ഹൈഡ്രജനാണ്. സോ അതും ജോമെട്രിക് ഐസോമെറിസം കാണിക്കില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. മൂന്നാമത്തേൽ ഈ ടെർമിനൽ കാർബണിൽ ഒരു Hഉം ഒരു Br ആണുള്ളത്. സോ ഇറ്റ് ഈസ് ക്വാളിഫൈഡ്. ഇനി അടുത്ത ആളെ നോക്കാം. ഈ കാർബണാണ് അടുത്ത് ഇവിടെ അവൻ്റെ ആദ്യത്തെ തേർഡ് വാലൻസിയിൽ ആദ്യം CH2, ഫോർത്ത് വാലൻസിയിൽ ആദ്യം CH2, പിന്നെ CH2, പക്ഷെ ഇവിടെ CH ആണ്. എന്ന് വെച്ചാൽ ഫോർത്ത് വാലൻസിയും തേർഡ് വാലൻസി എന്താണ്? ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ജോമെട്രിക്കൽ ഐസോമെറിസം കാണാൻ പറ്റും. ഇനി അടുത്ത നോക്കൂ. ഇവിടെ ഈ ടെർമിനൽ കാർബണിൽ 2ഉം ഹൈഡ്രജൻ ആയതുകൊണ്ട് ഇവിടെ എന്ത് നടക്കില്ല? ജോമെട്രിക്കൽ ഐസോമെറിസം നടക്കില്ല. സോ ദി ആൻസർ ഇസ് 3.